നമ്മളെ ഉപദ്രവിച്ച ആളുകളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഓർത്തു പോവുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു, വബിഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദാഇ. ഒന്ന് കൂടെ ചൊല്ലി നോക്കി. വബിഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയാണ്. എല്ലാ ദിവസവും 11 പ്രാവശ്യം ഇതാണ് പ്രാവർത്തികമാക്കിയാണ്ടല്ലോ. ഭയങ്കര കാര്യക്കാരൻ, എവിടെയും നമ്മൾ കുടുങ്ങൂല, എവിടെയും തായൂല. ഭയങ്കര പവറാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിന്. മഹാനവറുകൾ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ധൈര്യത്തിൻ്റെ മുന്നിൽ പലരും പരാജയപ്പെട്ടു പോയി. ഹംസത്തുൽ ഖറാറിൻ്റെ ധൈര്യത്തിൻ്റെ മുന്നിൽ പലരും പരാജയപ്പെട്ടു പോയി. ഭയങ്കര ധൈര്യമായിരുന്നു ഹംസത്തുൽ ഖറാറിന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹംസത്തുൽ ഖറാറിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഹിന്ദ് എന്ന് പറയുന്ന അന്നത്തെ മക്കയിലെ വലിയ ധനികയാണ് ഹിന്ദ്. ആ ഹിന്ദ് ഹംസത്തുൽ ഖറാറിനെ വധിക്കണം എന്ന തീരുമാനമിടുകയാണ്. പക്ഷെ ഹിന്ദിനൊരു കാര്യം ഉറപ്പാണ്, എങ്ങനെ ഡയറക്റ്റ് എത്ര ശക്തിയുള്ള ആൾ ചെന്നാലും എത്ര ആളുകൾ ചെന്നാലും ഹംസത്തുൽ ഖറാറിനൊന്നും ചെയ്യാൻ കഴിയില്ല. 4, 5, 10 ആളുകൾ വാളും വടിവാളും ഒക്കെ എടുത്ത് ചെന്നാലും നേരെ നിന്നുകൊണ്ട് പോരാടിക്കഴിഞ്ഞാൽ ഹംസത്തുൽ ഖറാറിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയൂല എന്ന് ഹിന്ദ് തന്നെ അറിയാം. അങ്ങനെ ഹിന്ദ് എന്ത് തീരുമാനിക്കുകയാണ്, ഹംസത്തുൽ ഖറാറിനെ വധിക്കാൻ അമ്പെയ്ത്ത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ വഹ്ഷ് എന്ന് പറയുന്ന അടിമ അന്ന് ഹിന്ദ് ഒരു ഓഫർ തന്നെ പ്രഖ്യാപിച്ചു. ഹംസത്തുൽ ഖറാറിനെ ആരാണോ കൊല്ലുന്നതെങ്കിൽ അയാൾക്ക് ഇത്രയ്ക്ക് ഇനാം ഞാൻ നൽകുന്നതാണ്. ഒരുപാട് ഒട്ടകങ്ങൾ, കുതിരകൾ, ദിർഹമുകൾ എല്ലാം നൽകുന്നതാണ്. അതിൻ്റെ പുറമെ വഹ്ഷിൻ്റെ ശരീരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വഹ്ഷ് എന്ത് ചെയ്തു, അല്ല ഹിന്ദിൻ്റെ ശരീരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടും ഓഫർ കൊടുത്തു. ഹിന്ദ് അതീവ സുന്ദരിയായിരുന്നു എന്നാണ്. അപ്പോൾ അതീവ സുന്ദരിയായ യജമാനത്തിയായ ഹിന്ദുമായിട്ട് ഒരു രാത്രി ലഭിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അതോടുകൂടെ തന്നെ ധാരാളം സമ്പത്ത് കിട്ടുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് വഹ്ഷിനെ ഹിന്ദ് സ്വന്തം ചെലവിൽ അമ്പെയ്ത്ത് പഠിപ്പിച്ചു. ഞാനീ പറയുന്നത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് അമ്പെയ്ത്ത് പഠിപ്പിച്ചു. നന്നായിട്ട് അമ്പെയ്ത്ത് പഠിപ്പിക്കുകയും അങ്ങനെ ആരമ്പെയ്ത്ത് പഠിച്ചു, വഹ്ഷ് അമ്പെയ്ത്ത് പഠിച്ചു. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ദൂരെ ദൂരെ നിന്ന് മാറി നിന്നുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്ത്ത് ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹു നിലംപതിച്ചു പോയി. ഹംസ റളിയല്ലാഹു അൻഹു നിലംപതിച്ചു എന്ന് പറഞ്ഞാൽ കാലിൻ്റെ കണങ്കാലിലേക്കാണ് അമ്പ് വിട്ടത് ഹംസ റളിയല്ലാഹു. അപ്പോൾ ബാക്കിൽ നിന്നാണ് വിട്ടത്, മുമ്പിൽ നിന്നല്ല. കാരണം ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ കുന്നിൻ്റെ മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുകയാണ്. എൻ്റെ സഹോദരൻ്റെ പുത്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ അമ്പ് ചെയ്ത് വിടുന്ന ആളായിരുന്നു അവർ ഹംസ റളിയല്ലാഹു അൻഹു. ഭയങ്കര നിപുണനായിരുന്നു ആ വിഷയത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ ആരും മറന്നുപോയി, ഹംസ റളിയല്ലാഹു അൻഹു മറന്നുപോയി. ഇതൊക്കെ സ്വഹാബത്തിന് പറ്റിയതാണ്. ഹംസ റളിയല്ലാഹു അൻഹു മാത്രം, എല്ലാ സ്വഹാബത്തിനും കാര്യം അങ്ങനെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചപ്പോൾ അവരുടെ സ്വന്തം കാര്യം നോക്കാൻ അവർ മറന്നുപോയി. മഹാനായ തുൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹൻളല റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ എത്ര ആളുകളുടെ പേര് പറയാൻ പറ്റും. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയപ്പോൾ സ്വന്തം ശരീരത്തെ മറന്നുപോയവരാണ് ഇവരെല്ലാം. അല്ലാഹു തആല അവരുടെയൊക്കെ സഹായം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ബാക്കിൽ നിന്ന് അമ്പെയ്ത്ത് വീഴ്ത്തി. ഹംസ റളിയല്ലാഹു അൻഹു വീണു എന്ന് ഉറപ്പായതിന് ശേഷമാണ് ഇവരടുത്തേക്ക് ചെന്നത്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് കരൾ പുറത്തേക്കെടുത്ത് ചവച്ച് തുപ്പിയിട്ടാണ് അരിശം തീർത്തത്. ഹിന്ദും വഹ്ഷും എത്ര ക്രൂരമായിട്ടാണ് കൊല ചെയ്തത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ സന്ദർഭങ്ങൾ വിവരിക്കുന്നിടങ്ങളിൽ കാണാവുന്ന ഒന്നാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയ സമയമാണ്. കാരണം ഉഹദ് കഴിഞ്ഞ് അവിടെയുള്ള ശുഹദാക്കളെ തപ്പിയപ്പോൾ അതിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഹബീബായ തങ്ങളുടെ കൽബ് പൊട്ടിപ്പോയി. കാരണം ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ലല്ലോ, റസൂലുള്ളാഹിൻ്റെ ഉപ്പാടെ സ്ഥാനമല്ലേ, ഉപ്പാടെ സഹോദരൻ എന്ന് പറഞ്ഞ ഉപ്പാടെ സ്ഥാനമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭയങ്ങളായിരുന്ന ആളുകളൊക്കെ മരണപ്പെട്ടല്ലേ. ആമിന ബീവി, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ നോക്കിയാൽ എല്ലാവരും മരണപ്പെട്ടിരുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു പോലത്തെ കുറച്ച് ആളുകളാണ്. അവരും കൂടി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഈ വഹ്ഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു കത്ത് എഴുതുന്നുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണുള്ളത്? മദീനയിലാണുള്ളത്. വഹ്ഷ് എവിടെയാണുള്ളത്? മക്കയിലാണുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്ഷ് ഒരു കത്ത് എഴുതി. ഇന്നി ഉരീദു അൻ അസ്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞാൻ മുസ്ലിം ആകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മുസ്ലിം ആകണം. വലാകിൻ യംനഉനി അനിൽ ഇസ്ലാമി ആയത്തും മിനൽ ഖുർആൻ. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ട്. എനിക്ക് മുസ്ലിം ആകണം, പക്ഷെ ഖുർആനിലുള്ള ഒരു ആയത്ത് എന്നെ അതിൽ നിന്ന് തടയുന്നുണ്ട്. എന്താണ്?